ഹർഷ, കേരളത്തിലെ ഏറ്റവും കുത്തഴിഞ്ഞ മേഖലയായി വകുപ്പായി മാറുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ്. ഒരിക്കൽ കേരളം അറിയപ്പെട്ടിരുന്നത് കോവിഡ് കാലത്ത് ഏറ്റവും നന്നായി പ്രവർത്തിച്ച വകുപ്പ് എന്ന പേരിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, ഏറ്റവും കുത്തഴിഞ്ഞ വകുപ്പായി മാറുകയാണ്. തിരുവനന്തപുരത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഓക്സിജൻ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് അവിടുത്തെ ജീവനക്കാരിക്ക് പരിക്കേൽക്കുന്നു. ഇത് നിത്യസംഭവമായി മാറുകയാണ്. ഈ സർക്കാർ ആശുപത്രികൾ ജീവനെടുക്കുന്ന സ്ഥലങ്ങളായി മാറുന്ന ഒരവസ്ഥ. അപ്പോൾ ആരോഗ്യ വകുപ്പിന് ഇനി തിരിച്ചുവരവ് ഉണ്ടാകുമോ? നമ്മുടെ ചില ചാനൽ ചർച്ചകളിൽ ചില കോൺഗ്രസ് വക്താക്കളൊക്കെ വന്നിരുന്ന് പറയുന്നത് പോലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മുടെ ഈ ആരോഗ്യ മന്ത്രി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ആരോഗ്യ മേഖലയിലുള്ള ഓരോ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ തന്നെയാണ്. പൂർണ്ണമായും മന്ത്രിയെ കുറ്റം പറയുന്നില്ല, കുറെയൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതുപോലെ തന്നെ 2025 മാർച്ചിലും 2025 മെയ്യിലും സമാനമായി ഓക്സിജൻ സിലിണ്ടറിന്റെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൽ പലരുടെയും കാഴ്ച നഷ്ടപ്പെടുകയും ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന കാരണമായി ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന ഓക്സിജൻ സിലിണ്ടറുകളുടെ കാലപ്പഴക്കമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള എല്ലാ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെയും ഉപകരണങ്ങളുടെ കാലതാമസം അല്ലെങ്കിൽ കാലപ്പഴക്കമാണ് ഇത്രയും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന പല കമ്പനികൾക്കും ഇന്നും പണം കൊടുക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ പണം കൊടുക്കാതെ ഇട്ട് പലരും ഉപകരണങ്ങൾ തിരികെ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം കണ്ടിരുന്നു. ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴായി ചികിത്സ മുടങ്ങുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പണം നൽകാതെ ദൂരത്തിന് ചെലവാക്കുന്ന പണത്തിന്റെ കുറച്ച് മതി ഈ പറയുന്ന ഉപകരണങ്ങൾക്ക് നൽകി ഈ പറയുന്ന കടങ്ങളൊക്കെ ഒന്ന് വീട്ടി എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടെത്തിക്കാൻ എന്നുള്ളതാണ്. അതെ, ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള HOD ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നു. അത് കുറെ നാൾ വലിയ സംഭവമായിരുന്നു. അദ്ദേഹത്തിന് സമാധാനം കൊടുക്കാത്തൊരു വലിയ വെട്ടുകിളി കൂട്ടത്തെ നമ്മൾ കണ്ടു. സൈബർ ആക്രമണം മാത്രമാണെങ്കിൽ അങ്ങനെയെന്ന് പറയാം, പക്ഷെ അങ്ങനെയുമായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് വരുന്നു, മന്ത്രിയായി അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കേരളത്തിൽ ഇങ്ങോളമുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ ഇതുപോലെ ഇനി ശബ്ദമുയർത്താൻ ഭയപ്പെടും. ഇപ്പോൾ അവരുടെ ആശുപത്രി, അവർ നോക്കി നടത്തുന്ന ആശുപത്രിയിൽ ഇതുപോലെ മരുന്നിന്റെ ലഭ്യത കുറവുണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് കാലപ്പഴക്കമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് തന്നെയാണ് ശരിക്കും മന്ത്രി വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരും അതുപോലുള്ള ബാക്കി ഉദ്യോഗസ്ഥരും ചെയ്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന നമ്മുടെ KK ശൈലജ ടീച്ചർ കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം PPE കിറ്റ് പോലുള്ള വലിയ അഴിമതി കഥകൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറായിരുന്നു. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു 10 മണിയാകുമ്പോൾ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് കയറി ഇങ്ങി വരും. മന്ത്രി നേരിട്ട് ആശുപത്രിയിൽ വരുന്ന കാര്യമാണ്. നേരിട്ട് കയറി വന്ന് പഞ്ചിങ് മെഷീൻ അങ്ങ് സീൽ ചെയ്യും. പിന്നെ വരുന്ന ആൾക്കാർക്കെല്ലാം അങ്ങ് ലീവ് നോട്ട് ചെയ്യുവാണ്. അപ്പൊ അതുപോലുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും PR വർക്കിന്റെ ഭാഗമായിരുന്നില്ല. ഇതിനുശേഷം ഇത് PR വർക്ക് ആയിട്ടുണ്ട്. കുറെ കോവിഡ് കാരണം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ 10 ഇരട്ടി PR ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കൃത്യമായുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷം എന്ത് നടന്നു? നമ്മുടെ ആരോഗ്യ വകുപ്പ് ഒരു 10 വർഷം പിറകിലേക്ക് വലിച്ചിടുന്ന ഒരു നടപടിയാണ് നമ്മുടെ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. അവർക്കെതിരെ വിമർശനം ഉന്നയിച്ച എല്ലാവരെയും വായടപ്പിക്കുന്ന നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിടിച്ചു നിൽക്കുന്നത് തന്നെ പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്, പല യൂസേജുകൾ നടത്തിയിട്ടുണ്ട്, പല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന, വിമർശനങ്ങൾ ഏറ്റുവാങ്ങാത്ത ഒരു മന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, നമ്മുടെ എല്ലാ വകുപ്പുകളിൽ നിന്ന് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയും ആരോഗ്യ വകുപ്പിനെയും തന്നെയാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഒരുപാട് പോലെ മുളച്ചു വരുന്നുണ്ട്. അവിടെ പോയി ചികിത്സ തേടാവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത്രയും സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത മനുഷ്യർ ഇപ്പോഴും സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത്. അവിടുത്തെ തിരക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് മനുഷ്യർ വരുന്നൊരു സ്ഥലമാണ്. അത്രയേറെ വിശ്വാസത്തോടെ വരുന്ന മനുഷ്യരുടെ ജീവനാണ് കയ്യിലിട്ട് അമ്മാനമാടുന്നതെന്ന് പറയേണ്ടി വരും. നമ്മൾ ആശുപത്രി വരാന്തകളിൽ മരിച്ചു വീഴുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് ശേഷം വയറ്റിൽ നിന്ന് തുണി പുറത്തേക്ക് വരുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. എന്തിന്? ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ ചോദ്യമായി ഉന്നയിക്കുമ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറുന്നു. ഇതെല്ലാം ഒരു ചെറിയ പിഴവായി മാറുന്നു, അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ മാത്രം കുറ്റമായി മാറുന്നു. ഇപ്പൊ ആശുപത്രികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റാഫിന്റെ ലഭ്യത കുറവുണ്ട്. നമ്മൾ രാത്രി ഹർഷയും ഞാനും ഒക്കെ രാത്രി സർക്കാർ ആശുപത്രികളിൽ പോയിട്ടുണ്ട്.
ഒരു നേഴ്സ് ആയിരിക്കും എല്ലാവരെയും നോക്കാനുണ്ടാവുക. പക്ഷെ നമുക്ക് എല്ലാവർക്കും തോന്നും ഈ നേഴ്സ് എന്തൊരു ധാർഷ്ട്യക്കാരി ആയിരിക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ സാഹചര്യം അതാണ്, അത്രയും സ്റ്റാഫ് ലഭ്യത കുറവാണ്. ഡോക്ടർമാരില്ല. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റലിലോ പോയാൽ അവിടെ ഡോക്ടർ ഉണ്ടാവില്ല, മനുഷ്യർ മരിച്ചു വീഴുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ സമാനമായ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ശ്വാസതടസ്സം നേരിട്ടിട്ട് ഇത്തരത്തിൽ ചെറിയൊരു ആശുപത്രിയിൽ, ഗവൺമെന്റ് കീഴിലുള്ള ചെറിയൊരു ആശുപത്രിയിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് ഗ്രില്ല് പോലും തുറക്കാൻ മനസ്സ് കാണിക്കാത്ത ഡോക്ടർമാർ പിന്നീട് ഒരു പ്രാഥമികമായ ചികിത്സ പോലും നൽകാതെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റുമൊക്കെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതുപോലെ ഒരുപാട് കേസുകൾ നമ്മുടെ മുൻപിൽ വന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഇതിനു മുൻപും പലപ്പോഴായി ഈ പറഞ്ഞ ചികിത്സാ പിഴവുകൾ കഴിഞ്ഞ വർഷങ്ങളിലും നടന്നിട്ടുണ്ട്. ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ കാലത്തും ഇതിനു മുൻപ് ഇപ്പോൾ ഈ പറയുന്ന LDF സർക്കാർ മാത്രമല്ല UDF സർക്കാർ ഭരിച്ച സമയത്തും ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എണ്ണത്തിൽ കൂടുതൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു തുടർക്കഥയാകുമ്പോഴാണ് ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഇതിനു മുൻപ് നടന്നതൊക്കെ തന്നെയും ഓരോ തവണയും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ വരുന്നതെല്ലാം ആഴ്ചയിൽ 2-3 തവണ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ത് ന്യായമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന കേസിലാണെങ്കിൽ പോലും അവിടെയുള്ള ജീവനക്കാർക്ക് പോലും, രോഗികളുടെ കാര്യം പോട്ടെ, രോഗികൾക്ക് അവിടെ വന്ന് ചികിത്സ നേടുന്ന സമയത്ത് ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജീവനക്കാർക്ക് പോലും സുരക്ഷിതത്വം ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലെ ഈ പറയുന്ന ഓക്സിജൻ സിലിണ്ടറിന്റെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചതിന് മുൻപ് സ്റ്റുഡൻസിനാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവനക്കാരന്റെ തലയൊട്ടി പൊട്ടിയ സംഭവം വരെ ചില്ല് പൊട്ടിത്തെറിച്ചൊക്കെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒരു തവണ ഇതൊരു സംഭവം ഉണ്ടാകുന്നു, അത് ഓക്കെ, നിങ്ങൾ ആദ്യത്തെ തവണ സംഭവിക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവം പറഞ്ഞോളൂ. അതിനുശേഷമെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനുള്ള ഒരു ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കണമായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷവും കോൺഗ്രസുകാരും BJPക്കാരും ഇരുന്ന മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഇരുന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇങ്ങനെ കുത്തഴിഞ്ഞു പോകുന്നത്? ഇത്രയും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു മറുപടി ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രത്യക്ഷപ്പെടും. ഈ പറയുന്ന വ്യക്തിയെ, അപകടം സംഭവിച്ച വ്യക്തിയെ പോയി കാണും, സഹായ ഹസ്തങ്ങൾ നീട്ടും. ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി, അത് സംശയമാണ്. പക്ഷേ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന സാഹചര്യങ്ങൾ വരും. അത് പിന്നീട് ഈ പറയുന്ന റീലുകളിൽ നിറയും. അത് PR ആകും. അതായത് അവരുടെ പിഴവുകൾ കൊണ്ട് സംഭവിച്ച തെറ്റിന് പോലും അവർ PR ആക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളതാണ്. ഒരെണ്ണമോ 2 3 എല്ലാം നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രത്തോളമാണ് കുറവുകൾ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിലുള്ളത്. ഏറ്റവും പ്രാഥമികമായി കിടത്തി ചികിത്സിക്കാനുള്ള ബെഡ് പോലും ഇല്ലാതെ പല അസുഖങ്ങളിലുള്ള ആളുകൾ താഴെ തറയിൽ പായ വിരിച്ചു കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഒരു ബെഡിൽ തന്നെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കേണ്ട സാഹചര്യമൊക്കെ നമ്മൾ രാത്രിയൊക്കെ ഈ വലിയ ആക്സിഡന്റ് കേസുകളായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന മനുഷ്യർക്ക് ജീവൻ എന്ത് വിലയാണുള്ളത്? ഇപ്പൊ ഒരു വലിയൊരു ആക്സിഡന്റുമായി ഹോസ്പിറ്റലിൽ ചെന്ന് കയറുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് MRI സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടുന്നത് 1 മാസം കഴിഞ്ഞാണ്. ഈ 1 മാസം കഴിഞ്ഞ് 30 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞ് MRI സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ഈ വ്യക്തി മരിച്ചുപോയാൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് വേണു എന്ന വ്യക്തിയുടെ ഓഡിയോ സന്ദേശം കണ്ടു. ഇവരൊന്നും എനിക്ക് ചെയ്തു തരുന്നില്ല. ഇത്രയും വിശ്വസിച്ച് ആശുപത്രിയിൽ വന്ന് കയറുന്ന, അല്ലെങ്കിൽ പണമില്ലാത്തതിന്റെ പേരിൽ ആശുപത്രിയിൽ വന്ന് കയറുന്ന മനുഷ്യന്റെ ജീവനെങ്കിലും ഒരു വില കൊടുക്കണം എന്നുള്ളതാണ്. അതെ.